മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ എത്താറായിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പാരിസൺ, അതായത് സെബ്രോണിക്സ് വേഴ്സസ് ബോട്ട് അല്ലെങ്കിൽ ബോട്ട് വേഴ്സസ് സെബ്രോണിക്സ്, ഈ രണ്ട് ഹെഡ്സെറ്റിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയാനുള്ളത്, പ്രോസ് ആൻഡ് കോൺസ്. ഓക്കെ, അപ്പം ഈ ബോട്ടിൻ്റെ ഹെഡ്ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. മേളിൽ കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പം പോകേണ്ട ആരും, അതുകൊണ്ട് കാർഡ് ഞാൻ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ട് മാത്രം പോവുക. ഓക്കെ, അപ്പം ഇന്ന് ബോട്ടിൻ്റെയും സെബ്രോണിക്സിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ്. കാരണം ബോട്ടിൻ്റെ നമ്മൾ അൺബോക്സിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, റിവ്യൂ ചെയ്തിട്ടില്ല. റിവ്യൂവും കൂടെ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ബോട്ടിലേക്ക് തന്നെ നമുക്ക് ആദ്യമേ പോകാം. ഇപ്പോൾ ബോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഒരു കമ്പനിയാണ്. ഈ ഒരു ഹെഡ്സെറ്റ് ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു ഹെഡ്സെറ്റാണ്. നമ്മൾ ഓൺ ഇയർ ഹെഡ്ഫോൺസ് എന്ന് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വന്ന് ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു ഹെഡ്ഫോണാണിത്. കുറേ വിറ്റുപോയിട്ടുള്ള ഹെഡ്ഫോണാണ്. അപ്പം നല്ല നല്ല റിവ്യൂസും വരുന്നുണ്ട്. എന്തായാലും ഇത് ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ പുത്തം പോലെ കിട്ടിയപ്പം തന്നെ അങ്ങ് റിവ്യൂ ചെയ്യുമായിരുന്നു. അപ്പം ഇത് രണ്ടും ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു റിവ്യൂ തരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഇവിടെ നമുക്ക് ബോട്ടിൻ്റെ ലോഗോ രണ്ട് സൈഡിലും കാണാൻ സാധിക്കും. നല്ല പക്ക വൃത്തിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെഡ് ഒരു കുഷ്യൻ പോലത്തെ ഒരു ടൈപ്പ് റബ്ബർ ഇവിടെ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഒരു റബ്ബർ കുഷ്യൻ പോലത്തെ നമ്മുടെ ഹെഡിന് വേദന എടുക്കാതിരിക്കാനുള്ളൊരു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് പേരിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എനിവേ, പിന്നെ നമുക്കിത് ഫോൾഡബിളാണ്, നമുക്ക് ട്രാവലിങ്ങിന് കൊണ്ടു നടക്കാൻ പറ്റുന്നതുമാണ്. സോ നമുക്കിങ്ങനെ നമ്മുടെ ലഗേജസിലൊക്കെ വെച്ച് അധികം സ്പേസ് കൊടുക്കാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. പിന്നീട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു മെറ്റൽ റോഡാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ആകും എന്ന് നമുക്ക് പേടിക്കേണ്ട. ഭയങ്കര ഫ്ലെക്സിബിളുമാണ്. നമുക്കിവിടെ ഹെഡിനനുസരിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഏത് ഹെഡിനും കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു ഷേപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ലിറ്റിൽ ബിറ്റ് വേദന എടുക്കും, കാരണം ഇത് നമ്മുടെ ഇയറിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്താണ് ഇരിക്കുന്നത്. ഈ ബോൺസിൻ്റെ മേളിലാണ്. നമ്മുടെ ഇവിടെ ചെവിയുടെ ഇവിടെ ഒരു ബോണുണ്ട്, അതിന് മേളിലായിരിക്കും ഈ സാധനം ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പെയിൻ ഉണ്ടായിരിക്കുമെങ്കിലും കുറേ കഴിയുമ്പോൾ നമ്മൾ ശീലമായിക്കോളും. എനിവേ, നമുക്കിനി സെബ്രോണിക്സിലേക്ക് വരാം. സെബ്രോണിക്സിൻ്റെ മേളിലായിട്ട് തന്നെ നമുക്കിവിടെ റബ്ബർ കുഷ്യൻ പോലെ കാണാൻ സാധിക്കും. ഇത് പക്ക ഒരു കുഷ്യൻ കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് നമുക്ക് നല്ലോണം കാണാനും പറ്റുന്നുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ്നെസ് ആണ്, മറ്റേതുപോലല്ല. മറ്റേത് പേരിന് മാത്രം ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ വലിയ ഇയർ കപ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ രണ്ട് ചെവിയും ഈ ഒരു അകത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേദനയോ മറ്റു കാര്യങ്ങളൊന്നും എടുക്കില്ല, ചെവി വേദനയോ ഒന്നും എടുക്കില്ല. നല്ല കംഫോർട്ടബിളായിട്ടുള്ളൊരു ഫീൽ തന്നെ ആയിരിക്കും ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് നൽകുക. അതേപോലെ തന്നെ അപ്പോൾ വളരെ കംഫോർട്ടാണ്. നമുക്ക് ചെവി വേദനയോ അങ്ങനത്തെ ഫീൽ ഒന്നും തോന്നത്തില്ല. കാരണം ഇത് ഭയങ്കര എക്സ്പാൻഡബിൾ ആണ്. ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതാണ്. കാരണം ഇത് ബ്രേക്ക് ആകുമെന്നേ നിങ്ങൾ പേടിക്കേണ്ട, ഇത് ബ്രേക്ക് ആവില്ല. പിന്നീട് നമ്മൾ വലിച്ചു പൊട്ടിക്കാതിരുന്നാൽ മാത്രം മതി. പിന്നീട് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ മെമ്മറി കാർഡ് ഇട്ട് പാട്ട് കേൾക്കാം. ബട്ട് ബോട്ടിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്സ് കേബിളിനും പിന്നെ ചാർജിങ് പോർട്ടും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വരുമ്പോൾ ഓക്സ് കേബിൾ, ചാർജിങ് പോർട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് കൊടുക്കുന്ന സ്ലോട്ടും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഹെഡ്സെറ്റ് തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹെഡ്സെറ്റും കൂടെയാണ്. ഇപ്പോഴും ബോട്ടിൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. എനിവേ, ഇത് നമ്മളൊരു റൂമിനകത്ത് ഹോം തിയേറ്റർ വെച്ച് കേൾക്കുന്ന ഒരു ഫീലാണ് ഇതിനകത്തൂടെ കേട്ട് കഴിയുമ്പോൾ. എനിക്കതായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ടും ഫീലായിട്ട് തോന്നുക. കാരണം ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോഴും എൻ്റെ ഫോണിനകത്ത് 360 ഡിഗ്രി സൗണ്ട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതിലിട്ടാണ് ഞാൻ ഇതിനകത്തും കേൾക്കുക. റൂമിനകത്തിരുന്ന് കേൾക്കുന്ന എങ്ങനെയാണോ ആ ഒരു ഫീലിലായിരിക്കും ഈ ഒരു ഹെഡ്സെറ്റ് നൽകുക. അതേസമയത്ത് ഇതെന്ന് പറഞ്ഞാൽ ഹൈ ബാസാണ്, ഹൈ ഡെഫിഷ്യൻസി HD ക്വാളിറ്റിയിലുള്ള സൗണ്ടുമാണ്. പക്ക സൗണ്ടാണ്, ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു 2 ഹോളും കാണാൻ സാധിക്കും. കാരണം ഇതിനകത്ത് ബാസ് വരുന്നത് കൊണ്ട് തന്നെ എയർ പുറത്തേക്ക് പോകാൻ വേണ്ടി 2 ഹോൾസും ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി ഇത് ചെവി വേദന എടുക്കും. കാരണം നമ്മൾ ഒരുപാട് നേരം പാട്ട് കേൾക്കുകയാണെങ്കിൽ ചെവി നല്ല കട്ടയ്ക്ക് വേദന എടുക്കും. ഇത് പിന്നെ തിരിച്ചെടുക്കുമ്പോഴത്തേന് എന്തോ ഒരു സാധനം ചെവിയിൽ നിന്ന് ഇങ്ങനെ പറന്നു പോയതുപോലെയൊക്കെ തോന്നും. അതുപോലെ നല്ല പെയിൻഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്പർ വേരിയൻറ്റ്, ഈ ഒരു ഹെഡ്സെറ്റ് മേടിക്കുമ്പോൾ ബോട്ടിൻ്റെ അപ്പർ വേരിയൻറ്റ് മേടിക്കുക. അതുകൊണ്ട് ഇതുപോലത്തെ ഹെഡ്സെറ്റ് മേടിക്കുക. കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ഇയർ കപ്സ് അതിൻ്റെ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻ എടുക്കത്തില്ല. ബട്ട് ഇത് നല്ല പക്കയായിട്ട് പെയിൻ എടുക്കും. അതുമല്ല, ഇത് ഇത്രയും അടുത്താണ് ഇരിക്കുന്നത്. പിന്നെ ഭയങ്കര കട്ടിയാണ്, സ്ട്രെച്ചബിൾ ആണ്. ബട്ട്
നല്ല കട്ടിയാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ. ഏതെടുക്കണമെന്ന് ഇപ്പം കൺഫ്യൂഷനാണ്. എന്നാൽ കൂടി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പർ വേരിയൻ്റ് എടുക്കുക, ഇത് എടുക്കാതിരിക്കുക. മീൻസ് ഇത് ട്രെൻഡിങ്ങിലുള്ള ഹെഡ്സെറ്റ് ആണെങ്കിൽ പോലും എടുത്തവർക്കൊക്കെ ഈ ഒരു പ്രശ്നം, അതായത് തലവേദനിക്കുന്നു, ഇതിട്ട് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ ഹെഡേക്ക് ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ കുറച്ച് കംപ്ലയിൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അപ്പർ വേരിയൻ്റ് ആണ്. ബട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സാധനമാണ്, പ്രൈസ് റേഞ്ചിൽ പക്കയാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ റേറ്റ് കുറയും, തീരെ കുറഞ്ഞു വരും. ആ സമയത്തൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഇത്. ഈ ഒരു ഹെഡ്ഫോണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഏകദേശം കുറേ വീഡിയോസിൽ. കാരണം ഞാൻ 1K അടിക്കുമ്പോൾ ഈ ഒരു സെറ്റപ്പ് എൻ്റെ ഒരു റൂം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എല്ലാ യൂട്യൂബേഴ്സും എൻ്റെ ഫ്രണ്ട്സ് ആയാലും അവരൊക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് അതും ഒന്ന് ചെയ്യണമെന്നുണ്ട്. സോ പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എനിവേ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. സോ ഗൈസ്, ഇറ്റ്സ് മീ ആശിഷ് ടെക്കി. ടൈം ടു വൈൻഡ് അപ്പ് ദി ഷോ ആൻഡ് ബൈ.